ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായ മിഖേൽ സ്റ്റാറയ്ക്ക് തന്റെ പരിശീലക സ്ഥാനം നഷ്ടമായിട്ടുണ്ട്. ക്ലബ്ബ് അദ്ദേഹത്തെ പുറത്താക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവസാനമായി കളിച്ച 7 മത്സരങ്ങളിൽ 6ലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരുന്നു. ഇതോടുകൂടിയാണ് ക്ലബ്ബ് മാനേജ്മെന്റ് അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിന് ശേഷം ഇവാൻ വുക്കുമനോവിച്ചിനെ ക്ലബ്ബ് പുറത്താക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ പകരമായി കൊണ്ടാണ് സ്വീഡിഷ് പരിശീലകനായ മിഖേൽ സ്റ്റാറെ ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിരുന്നത്. 207 ദിവസമാണ് അദ്ദേഹത്തിന്റെ ആയുസ്. അതായത് ബ്ലാസ്റ്റേഴ്സിൽ പരിശീലകനായിക്കൊണ്ട് 207 ദിവസമാണ് അദ്ദേഹം തുടർന്നിട്ടുള്ളത്. ഇനിയിപ്പോ ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ പരിശീലകനായിക്കൊണ്ട് തുടർന്നത് മറ്റാരുമല്ല, ആരാധകരുടെ പ്രിയപ്പെട്ട ആശാനായ ഇവാൻ വുക്കുമനോവിച്ചാണ്. 1044 ദിവസങ്ങൾ അദ്ദേഹം പരിശീലകനായിക്കൊണ്ട് തുടർന്നിട്ടുണ്ട്. നമുക്കറിയാം, 3 സീസണുകൾ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആയുസ് എന്നുള്ളത് 11 വർഷമാണ്. 11 വയസ്സാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത്. ഈ 11 വർഷത്തിനുള്ളിൽ ആകെ 13 പരിശീലകരാണ് ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ആ ഒരു പരിശീലകരുടെ പേരുകളും ആ ഒരു ദിവസങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ പരിശീലകൻ ഇംഗ്ലീഷ് ഇതിഹാസമായ ഡേവിഡ് ജെയിംസ് ആയിരുന്നു. 122 ദിവസമാണ് അദ്ദേഹം ക്ലബിനെ പരിശീലിപ്പിച്ചത്. പിന്നീട് പീറ്റർ ടൈലർ വന്നു, 169 ദിവസം പരിശീലിപ്പിച്ചു. ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റവും കുറവ് ദിവസം പരിശീലിപ്പിച്ചത് ട്രെവർ മോർഗനാണ്. അദ്ദേഹം 4 ദിവസം മാത്രമാണ് പരിശീലിപ്പിച്ചത്. അതിനുശേഷം ടെറി ഫിലാൻ വന്നു, 49 ദിവസമാണ് പരിശീലിപ്പിച്ചത്. പിന്നീട് ആരാധകരുടെ പ്രിയപ്പെട്ട ആശാനായ കോപ്പലാശാൻ വന്നു. സ്റ്റീവ് കോപ്പൽ 386 ദിവസമായിരുന്നു ക്ലബിനെ പരിശീലിപ്പിച്ചത്. അതിനുശേഷം റെനെ മൂലൻസ്റ്റീൻ വന്നു, 172 ദിവസം പരിശീലിപ്പിച്ചു. പിന്നീട് വീണ്ടും ഡേവിഡ് ജെയിംസ് വന്നു, 349 ദിവസമായിരുന്നു അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനത്ത് പിന്നീട് തുടർന്നത്. അതുപോലെ തന്നെ പോർച്ചുഗീസുകാരനായ നെലോ വിങ്കാഡയായിരുന്നു പിന്നീട് വന്നിരുന്നത്, 58 ദിവസം പരിശീലിപ്പിച്ചു. എൽക്കോ ഷട്ടോരി ആരാധകരുടെ പ്രിയപ്പെട്ട പരിശീലകനാണ്, 318 ദിവസം പരിശീലിപ്പിച്ചു. അതുപോലെ തന്നെ സ്പാനിഷ് പരിശീലകനായ കിബു വിക്കൂഞ്ഞ 200 ദിവസമാണ് ക്ലബിനെ പരിശീലിപ്പിച്ചിട്ടുള്ളത്. ഇഷ്ഫാഖ് അഹമ്മദിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 103 ദിവസം അദ്ദേഹം പരിശീലിപ്പിച്ചു. നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ താൽക്കാലിക പരിശീലകനായ തോമസ് ടോർസ് നേരത്തെ ബ്ലാസ്റ്റേഴ്സിനെ താൽക്കാലികമായി കൊണ്ട് പരിശീലിപ്പിച്ചിട്ടുണ്ട്. 21 ദിവസമാണ് അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിന്റെ പരിശീലകനാണ് അദ്ദേഹം. അതിനുശേഷമാണ് ഇവാൻ വുക്കുമനോവിച്ച് വന്നത്, 1044 ദിവസങ്ങൾ. പിന്നീട് മിഖേൽ സ്റ്റാറെ 207 ദിവസങ്ങൾ പരിശീലിപ്പിച്ചു. ഇനിയിപ്പോൾ തോമസ് ടോർസും TG പുരുഷോത്തമനും ചേർന്നുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കുക. ഇക്കാര്യം ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒഫീഷ്യലായിക്കൊണ്ട് അറിയിച്ചിരുന്നു. ഇനിയിപ്പോൾ പുതുതായി വരുന്ന പരിശീലകന് എത്രത്തോളം ക്ലബിനകത്ത് ആയുസ് ഉണ്ടാകും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.